ഹരി ഓം. ദശകം 46, ശ്ലോകം 9. വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയോപി തഥാ വിധാനനഃ അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗതാം ബദാതനോത്. പദച്ഛേദം. വികസദ്ഭുവനേ മുഖ ഉദരേ മുഖോദരേ വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയഃ അപി ഭൂയോപി തഥാവിധാനനഃ നനു ഭൂയോപി തഥാവിധാനനഃ അനയാ സ്ഫുടമീക്ഷിതോ അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗതാം ബദാതനോത് അനവസ്ഥാം ജഗതാം ബദാതനോത്. വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയോപി തഥാ വിധാനനഃ അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗതാം ബദാതനോത്. ശ്ലോകം 9 അന്വയവും അർത്ഥവും. അന്വയം. വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയഃ അപി തഥാവിധാനനഃ അനയാ സ്ഫുടം ഈക്ഷിതഃ ഭവാൻ ജഗതാം അനവസ്ഥാം ബദ അതനോത്. വികസദ്ഭുവനേ മുഖോദരേ വികസദ്ഭുവനേ വിരിഞ്ഞുവരുന്ന, ഭുവനേ ലോകങ്ങളോടുകൂടിയ, മുഖോദരേ നിന്തിരുവടിയുടെ വായ്ക്കകത്ത്. വികസദ്ഭുവനേ മുഖോദരേ വിരിഞ്ഞുവരുന്ന ലോകങ്ങളോടുകൂടിയ നിന്തിരുവടിയുടെ വായ്ക്കകത്ത്. നനു ഭൂയഃ അപി നിശ്ചയമായും, തഥാവിധാനനഃ വീണ്ടും അമ്മാതിരി വായ തുറന്നു നിൽക്കുന്നവനായിട്ട്, അനയാ ഇവളാൽ അമ്മയാൽ, സ്ഫുടം സ്പഷ്ടമായിട്ട്, ഈക്ഷിതഃ ഭവാൻ കാണപ്പെട്ട നിന്തിരുവടി. നനു ഭൂയഃ അപി തഥാവിധാനനഃ അനയാ സ്ഫുടം ഈക്ഷിതഃ ഭവാൻ നിശ്ചയമായും വീണ്ടും അമ്മാതിരി വായ തുറന്നു നിൽക്കുന്നവനായിട്ട്, ഇവളാൽ ഈ അമ്മയാൽ സ്പഷ്ടമായി കാണപ്പെട്ട നിന്തിരുവടി. ജഗതാം അനവസ്ഥാം ബദ അതനോത്. ജഗതാം പ്രപഞ്ചം, അനവസ്ഥാം അനന്തവും അസ്ഥിരവുമാണെന്ന്, ബദ അത്ഭുതകരമാം വണ്ണം, അതനോത് വിശദമാക്കി. ജഗതാം അനവസ്ഥാം ബദ അതനോത് പ്രപഞ്ചം അനന്തവും അസ്ഥിരവുമാണെന്ന് അത്ഭുതകരമാം വണ്ണം വിശദമാക്കി. അപ്പോൾ തൻ്റെ മുന്നിൽ വാവിളർന്നു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ വായ്ക്കകത്ത് അതുപോലെ തന്നെ ലോകങ്ങളെ വായിൽ കാണിച്ചു കൊടുക്കുന്ന മറ്റൊരുണ്ണിയെ കണ്ടു. മാത്രമല്ല, ആ ഉണ്ണിയുടെ വായിലും മറ്റൊരു ഉണ്ണികൃഷ്ണൻ വാവിളർന്ന് ലോകങ്ങൾ കാട്ടിക്കൊണ്ട് നിൽക്കുന്നു. ആ ഉണ്ണിയുടെ അരികിലിരിക്കുന്ന യശോദയെയും യശോദ കണ്ടു. അങ്ങനെ എണ്ണമില്ലാതോളം യശോദമാരെയും കൃഷ്ണന്മാരെയും യശോദ കണ്ടുവല്ലോ. അല്ലയോ ഭഗവാനേ, അല്ലയോ ഗുരുവായൂരപ്പാ. വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയോപി തഥാ വിധാനനഃ അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗതാം ബദാതനോത്.